ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ഫോട്ടോഷോപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിന് സ്ട്രോക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് എന്നാണ്. ഇതാ കണ്ടില്ലേ, ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ടെക്സ്റ്റിന് കണ്ടില്ലേ ഔട്ട്ലൈൻ ഇല്ല, താഴത്ത് കണ്ടില്ലേ പോയി ഈ റെഡ് ടെക്സ്റ്റിന് ചുറ്റും വൈറ്റ് കളറിലൊരു ബോർഡർ കണ്ടില്ല. ഇതുപോലെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫയലിൽ ന്യൂ കൊടുത്തിട്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഇൻ്റർനാഷണൽ പേപ്പറിൽ ഒരു A5 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് സെലക്ട് ചെയ്യാം. പേജിലൊന്നുമല്ല കാര്യം. ഇപ്പോൾ നിങ്ങളൊരു ഇമേജിലാണെങ്കിലും ആ ഇമേജിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ടെക്സ്റ്റിന് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ T എന്നുള്ള സിമ്പൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫോട്ടോഷോപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഫോട്ടോഷോപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ഒരു ഇച്ചിരി കൂട്ടുകയാണ്. സൈസ് ഇവിടെ ഒരു 70 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. ഞാനിവിടെ ഒരു 70 കൊടുത്തു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ലെയറിൽ വന്നിട്ട് ഈ ടെക്സ്റ്റ് ലെയർ തന്നെയാണോ സെലക്ട് ആയി കിടക്കേണ്ടതെന്ന് നോക്കണം. എന്നിട്ട് താഴെ വന്നിട്ട് കണ്ടില്ല, ഇവിടെ FX കൊടുത്തിട്ട് താഴെ വന്നിട്ട് ഈ FXൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്ട്രോക്ക് മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ടാണ് അത് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഓപ്പണായി വരും. ഈ സൈസ് എന്നുള്ള കണ്ടില്ലേ, ഇത് കൂട്ടുമ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈനിൻ്റെ സൈസ് കൂടുന്നത് കാണാം. ഞാനിവിടെ തൽക്കാലം ഒരു 50 എന്ന് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ സ്ട്രോക്കിൻ്റെ കളറൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇതിന് ഈ ബ്ലോക്ക് മാച്ചായിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് കളർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈസ് ഇങ്ങനെ കൂടുതൽ കൂട്ടിയാൽ ഇത് കൂട്ടോ, കണ്ടില്ല അത് മാറിയത്. വളരെ കൂടുതൽ കൊടുത്താൽ ബോറായിരിക്കും. ഞാനിവിടെ ഒരു 50 കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ ഇപ്പോൾ കണ്ടില്ല, ഇൻസൈഡ് കൊടുത്താൽ ഇതിൻ്റെ ഇവിടെ സ്ട്രോക്ക് ഉള്ളിലോട്ട് പോകും. പൊസിഷൻ കൊടുത്താൽ ഇവിടെ ഔട്ട്സൈഡ്, ഇൻസൈഡ്, സെൻറ്ററിൽ ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഔട്ട് സൈഡാണ് എടുത്തിട്ടുള്ളത്, പിന്നെ സെൻറ്ററിലാണുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഇരിക്കും. നമ്മളിവിടെ ഔട്ട് സൈഡ് തന്നെ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഇത് ഒപ്പാസിറ്റി, അത് ആ സ്ട്രോക്കിൻ്റെ കളറിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണിത്. കണ്ടില്ലേ, പറ്റ കുറച്ചാൽ ആ കളറ് പറ്റ മങ്ങി ലൈറ്റായി പോകും. നമ്മളിത് ഫുള്ള് തന്നെ ഇടാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് 100 തന്നെ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴത്തുള്ളത് ഫില്ല് ടൈപ്പാണ്. അതിൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. സ്ട്രോക്കിന് മാത്രം ഗ്രേഡിയൻ്റ് കൊടുക്കാനാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഒരു ടെക്സ്റ്റിന് സ്ട്രോക്ക് കൊടുക്കുന്നത്, ഔട്ട്ലൈന് കൊടുക്കുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.